വിനോദ് സർ, ഇന്ത്യയുടെ സ്വന്തം വാരിയർ കാറ്റ്സ്, അതായത് ശത്രുക്കളെ നിലം തൊടിയിക്കില്ല എന്നൊക്കെയാണ് ഇതിന്റെ ഒരു ആധികാരികമായിട്ട് പറഞ്ഞാൽ ഈ ഒരു ക്രൂ വിമാനത്തിന്റെ പ്രത്യേകത. എന്താണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വാരിയർ കാറ്റ്സ് എന്ന് പറയുന്ന വിമാനം? എന്തൊക്കെയാണ് മറ്റ് പ്രത്യേകതകൾ? നീതു, യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ മൊത്തത്തിൽ മാറുകയാണ്. പണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധക്കപ്പലുകളും ടാങ്കുകളുമാണ് ഒരു രാജ്യത്തെ വിജയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്ന രണ്ട് ഘടകങ്ങൾ. ടാങ്കുകൾ, എത്ര മികച്ച ടാങ്കുകളുണ്ടോ, അല്ലെങ്കിൽ എത്ര നല്ല പവർഫുൾ ആയിട്ടുള്ള യുദ്ധക്കപ്പലുകളുണ്ടോ, ഇതൊക്കെയായിരുന്നു പഴയ യുദ്ധത്തിന്റെ വിജയം പ്രധാനമായും നിയന്ത്രിച്ചിരുന്ന അല്ലെങ്കിൽ പരിഗണിച്ചിരുന്ന കാര്യങ്ങൾ. പിന്നെ അത് യുദ്ധവിമാനങ്ങളായി മാറി. പക്ഷെ ഇന്നിപ്പോ നമുക്കറിയാം, ഉക്രൈൻ റഷ്യ യുദ്ധത്തിലും അത് പോട്ടെ, നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ പോലും ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് യുദ്ധവിമാനങ്ങൾക്കൊപ്പം ഡ്രോണുകളും മിസൈലുകളുമാണ്. അപ്പോൾ അങ്ങനെ യുദ്ധതന്ത്രം മാറുക. അങ്ങനെ നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് HAL എന്ന് പറഞ്ഞത്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്. അങ്ങനെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് നിർമ്മിക്കുന്ന പുതിയ റോബോട്ടിക് ആയിട്ടുള്ള യുദ്ധവിമാനമാണ് ഈ കാറ്റ്സ് വാരിയർ. CAT, ക്യാപിറ്റൽ ലെറ്റർ എഴുതും, CAT, ക്യാറ്റ്, പൂച്ചയുടെ ക്യാറ്റ്, കാറ്റ്സ് വാരിയർ. വാരിയർ എന്ന് പറഞ്ഞാൽ പോരാളി, ഇങ്ങനെയാണ് അതിന്റെ പേര്. അത് ഒരു അൺമാൻഡ് കോംബാറ്റ് ഏരിയൽ വെഹിക്കിളാണ്. അൺമാൻഡ് കോംബാറ്റ് ഏരിയൽ വെഹിക്കിൾ. നമ്മൾ ഈ പഴയ, നിങ്ങൾ ചില ഇംഗ്ലീഷ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലാവും, ഒരു പ്രധാന പൈലറ്റ് കാണും. രണ്ട് വിമാനങ്ങളാണ് എപ്പോഴും, രണ്ട് വിമാനങ്ങളുടെ പെയറാണ് അല്ലെങ്കിൽ ജോഡിയാണ് ആക്രമണം നടത്തുക. അതിലെ പ്രധാന നേതാവിനെ ലീഡ് പൈലറ്റ് എന്നാണ് പറയുക. ലീഡ് പൈലറ്റ്. അയാൾക്കൊരു വിങ്മാൻ ഉണ്ടാവും. വിങ്മാൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു വിമാനമാണ്. രണ്ടും ഒരുപോലത്തെ വിമാനമായിരിക്കും. ആ ആദ്യത്തെ ആളിനെ സഹായിക്കാനുള്ള തൊട്ടടുത്ത് വിങ്മാൻ, അയാളെ ലോയൽ വിങ്മാൻ എന്നാണ് പറയുക. ഈ വിങ്മാന് ഈ ആകാശ യുദ്ധങ്ങളിൽ വലിയ പങ്ക് വഹിക്കും, വലിയ പങ്കുണ്ട്. അപ്പോ ഈ വിങ്മാൻ എന്ന് പറയുന്ന വിമാനം തൊട്ട് പുറകിലായിട്ട്, സൈഡിലായിട്ടാണ് സഞ്ചരിക്കുക എപ്പോഴും. ഇതിന്റെ ഒരു ആധുനിക പതിപ്പാണ്, റോബോട്ടിക് പതിപ്പാണ് ഈ പറയുന്ന കാറ്റ്സ് വാരിയർ എന്ന് പറയുക. അപ്പൊ പൈലറ്റിന് സഹായിയായിട്ടാണ് അത് പ്രയോഗിക്കുക. നമ്മുടെ സാധാരണഗതിയിൽ ഒരു ജോഡിയാണെങ്കിൽ ഇത് ഒരു പൈലറ്റിന് 4 വരെ ഇതുപോലത്തെ ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന റോബോട്ടിക് പ്ലെയിനുകൾ ഉണ്ടാവും. ഇത് അമേരിക്കയിൽ വികസിപ്പിച്ചിട്ടുണ്ട്, ബോയിങ് വികസിപ്പിച്ചിട്ടുണ്ട്. വക്കാറി എന്ന് പറയുന്ന വേറൊരു മോഡലുണ്ട്. അതുപോലെ ഇന്ത്യ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഇന്ത്യ നിർമ്മിക്കുന്നതാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം, ഇതിനകത്ത് പൈലറ്റ് ഇല്ല. ഈ കൂടെ പോകുന്ന പ്ലെയിനുകളിൽ പൈലറ്റ് ഉണ്ടാവില്ല. ഇത് ഒരു വലിയ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അതിനെ പറയുന്നത് കാറ്റ്സ് എന്നാണ്. കാറ്റ്സ് എന്ന് പറഞ്ഞാൽ കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം. കോംബാറ്റ്, അതായത് ആക്രമണത്തിനുള്ള എയർ ടീമിന്റെ ഒരു സംവിധാനമാണ്, സിസ്റ്റമാണ്. കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റം എന്നൊരു വലിയ പദ്ധതിയുടെ ഒരു ഭാഗമാണ് ഈ കാറ്റ്സ് വാരിയർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മനുഷ്യ ഉള്ള പൈലറ്റ്, നമ്മളത് ആളുകളുള്ള ഫൈറ്റർ പൈലറ്റ് ഉള്ള വിമാനങ്ങളും അതിന്റെ കൂടെ ഇത്തരം വിമാനം, ഇത് ഓൾമോസ്റ്റ് വിമാനത്തിന്റെ സൈസ് തന്നെ ഉള്ളതാണ്. ആളില്ലാത്ത ഈ സംവിധാനങ്ങളും ചേർന്ന് ശത്രുക്കളെ നേരിടാനുള്ള ഒരു സംവിധാനം. എന്താണ് ഇതിന്റെ വലിയ പ്രധാനം? നമ്മളത് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടതാണ്. നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, ശത്രു രാജ്യത്ത് കടന്നു ചെന്ന്, ശത്രു മേഖലയിൽ കടന്നു ചെന്ന് അപകടകരമായ ആക്രമണങ്ങൾ പലപ്പോഴും നമുക്ക് നടത്തേണ്ടി വരും. അങ്ങനെ നടത്തേണ്ടി വരികയാണെങ്കിൽ പലപ്പോഴും നമ്മുടെ പൈലറ്റുമാർക്ക് ഈ വിമാനം വെടിവെച്ചിട്ട്, ഇന്നൊക്കെ അതിനൊന്നും വലിയ ടെക്നോളജി ഒക്കെ ഉണ്ട്, വിമാനം വെടിവെച്ചിട്ട് കഴിഞ്ഞാൽ അവരുടെ ജീവന് അപകടം വരാനുള്ള ഒരു വലിയ സാധ്യതയുണ്ട്. അപ്പൊ ഈ കാറ്റ്സ് വാരിയർ സംവിധാനം വഴി പൈലറ്റുമാരുടെ ജീവൻ അപകടപ്പെടുത്താതെ ദൗത്യങ്ങൾ ചെയ്യാമെന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രധാനം. എന്തൊക്കെയാണ് ഇവരുടെ ജോലി? ഇവയ്ക്ക് നിരീക്ഷണം നടത്താൻ പറ്റും, ഇവയ്ക്ക് മുന്നിൽ പോയി ആക്രമണം നടത്താൻ പറ്റും, വേണമെങ്കിൽ സ്വയം
സൂയിസൈഡ് ചെയ്തുകൊണ്ട്, അതായത് ആളില്ലാത്ത വിമാനങ്ങൾ, കാമിക്കാസി ഡ്രോൺസ് എന്നാണ് അതിന് പറയുന്നത്. കാമിക്കാസി ഡ്രോൺസ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ഡ്രോണുകൾ. ഇത് ചെന്ന് അതിന്റെ വരുന്ന ഒരു മിസൈലിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഈ വിമാനം സ്വയം ഉപയോഗിക്കും. ആളില്ലാത്ത വിമാനങ്ങൾ സ്വയം ഉപയോഗിക്കാം. കുറച്ചും കൂടെ ഫ്രണ്ടിൽ ചെന്ന് അതിന്റെ ദിശയിൽ കയറി വരുന്ന മിസൈൽ, അതായത് നമ്മുടെ പൈലറ്റിനെ രക്ഷപ്പെടുത്തുക, നമ്മുടെ മേജർ യുദ്ധവിമാനത്തിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ അതിന്റെ മുന്നിൽ ഒരു സൂയിസൈഡ് ഷീൽഡായിട്ട് മാറാം. ആളില്ലാത്തത് കൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും അതിനെ കടന്നു ചെല്ലാൻ പറ്റും. റഡാറുകളെ തടസ്സപ്പെടുത്താൻ പറ്റും, മിസൈലുകളെ തട്ടി മാറ്റാൻ പറ്റും, കൃത്യമായ ലക്ഷ്യത്തിൽ ആക്രമിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അങ്ങനെ ഇന്ത്യക്ക് ഇതുണ്ടെങ്കിൽ കൂടുതൽ വേഗത്തിലും കൂടുതൽ സുരക്ഷിതമായി കൂടുതൽ ദൂരത്തിലും ആഴത്തിലും ശത്രു രാജ്യത്ത് ആക്രമണം നടത്താൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ കഴിവ്. എന്താണ് ഈ കാറ്റ്സ് വാരിയർ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ഈ റോബോട്ടിക് പ്ലെയിനുകളുടെ പ്രത്യേകത എന്ന് നോക്കാം. ഒന്ന്, അവ റഡാർ, ഈ ഏറ്റവും വലിയ പ്രശ്നം പ്ലെയിനുകൾക്കുള്ള പ്രശ്നം പറഞ്ഞാൽ റഡാറിൽ പിടിക്കും, ശത്രു അറിയും. അപ്പൊ സ്റ്റെൽത്ത് കേപ്പബിലിറ്റി ഉള്ളതാണ് ഈ. അതായത് റഡാറുകൾക്ക് അത്ര എളുപ്പത്തിൽ ഇവയെ കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. 800 കിലോമീറ്റർ വേഗത്തിൽ പറക്കും, അതായത് ഓൾമോസ്റ്റ് ഒരു ഫൈറ്റർ പ്ലെയിനിന്റെ അതേ വേഗത്തിൽ പറക്കും. 30,000 അടി വരെ ഉയരത്തിൽ പറക്കാൻ പറ്റും. 350 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച്, അതായത് പ്ലെയിനുകൾക്കൊപ്പം 350 കിലോമീറ്റർ സഞ്ചരിക്കാം. ഇനി തിരികെ വരണ്ടാത്ത സൂയിസൈഡൽ അറ്റാക്കുകളാണെങ്കിൽ, അതായത് ഈ പ്ലെയിനുകളിൽ ഇപ്പം അതിന്റെ ചെലവുണ്ടെന്നുള്ളതേ ഉള്ളൂ, അവയെ അത് കുരുതി കൊടുത്തുകൊണ്ട് കറക്റ്റ് ലക്ഷ്യത്തിൽ ആക്രമിക്കുന്ന സംവിധാനമാണ്. 800 കിലോമീറ്റർ വരെ പറക്കാൻ പറ്റും. 300 തിരിച്ചു വരേണ്ടതാണെങ്കിൽ, തിരിച്ചു വരാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയിനുകളാണ്. തിരിച്ചു വരണ്ടെന്നുണ്ടെങ്കിൽ 800 കിലോമീറ്റർ വരെ ആഴത്തിൽ ആക്രമിക്കാൻ പറ്റും. തിരിച്ചു വരാനാണെങ്കിൽ ഏകദേശം 350 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച്. അപ്പൊ ഇത് നമുക്ക് ഇതിനകത്തുള്ള കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യോമ താവളങ്ങൾ ബോംബിട്ട് നശിപ്പിക്കാനുള്ള സ്മാർട്ട് ബോംബുകൾ അതിനകത്തുണ്ടാകും. ശത്രു വിമാനങ്ങളെ വെടിവെച്ചിടാനുള്ള മിസൈലുകൾ ഉണ്ടാവും. അപ്പൊ ഇത് പൈലറ്റ് ഇല്ലാതെ തന്നെ തേജസ് പോലുള്ള വിമാനങ്ങളിൽ നിന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് അതിനെ നിയന്ത്രിക്കാൻ പറ്റും, അതിന് സ്വയം പറക്കാനും പറ്റും. അതാണ് അതിനകത്തെ വേറൊരു വലിയ അഡ്വാൻറ്റേജ്. അപ്പൊ ഈ ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ കബളിപ്പിക്കാൻ റഡാർ സംവിധാനമുണ്ട്, ക്യാമറ സംവിധാനമുണ്ട്, സെൻസർ സംവിധാനമുണ്ട്. അപ്പോൾ അതൊരു വിശ്വസ്തനായ ഇലക്ട്രോണിക് ജാമിംഗ് സംവിധാനങ്ങളുണ്ട്. അങ്ങനെയാണ്. അപ്പൊ ഇത് നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ പ്ലെയിനുകളായ തേജസ്, സുഖോയ് 30, ജാഗ്വാർ എന്നീ വിമാനങ്ങളുടെ ഒപ്പം പറക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അവരുടെ ഒരു വിശ്വസ്തൻ, അതിനാണ് ഈ ലോയൽ വിങ്മാൻ എന്നുള്ള പദം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണേൽ മലയാളത്തിൽ വിശ്വസ്തനായ കൂട്ടാളി എന്ന് പറയാം. അപ്പൊ പൈലറ്റിന് ഇത് കുറച്ച് പുറകിലായിട്ട് സഞ്ചരിച്ചാൽ മതി. അതാണ് അതിന്റെ വേറൊരു അഡ്വാൻറ്റേജ്. ഇത് ഫ്രണ്ടിൽ പോകുമ്പം ഇത് മറ്റേ റഡാർ സംവിധാനങ്ങളെ കൺഫ്യൂസ് ചെയ്യാനൊക്കെ ഇതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് വളരെ നേരത്തെ തന്നെ അപകടം കണ്ടെത്താൻ പറ്റും. റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ, ശത്രുവിന്റെ റഡാറുകളെ ആശയക്കുഴപ്പത്തിലാക്കാൻ പറ്റും. ആദ്യം ആക്രമണം നടത്താൻ പറ്റും. അതേസമയം വിവരങ്ങളൊക്കെ തത്സമയം പൈലറ്റിന് നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേഗത്തിലും ഇഫക്റ്റീവായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഈ കുടുംബം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു വലിയ സിസ്റ്റത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് കാറ്റ്സ് വാരിയർ എന്ന് പറയുന്നത്. മറ്റെന്തൊക്കെയാണ് അതിൻ്റെ അകത്തെ സംവിധാനങ്ങൾ നോക്കാം. ഈ കാറ്റ്സ് മാക്സ് എന്ന് പറഞ്ഞ ഒരു സംവിധാനമുണ്ട്. അതായത് ഈ ഡ്രോണുകളെ നിയന്ത്രിക്കുന്ന കമാൻഡർ സംവിധാനം. ഈ തേജസിന് സിംഗിൾ സീറ്റർ ഉണ്ട്, ഡബിൾ സീറ്റർ ഉണ്ട്. നമ്മുടെ തന്നെ HAL ഉണ്ടാക്കുന്ന മറ്റൊരു യുദ്ധവിമാനമാണ് തേജസ്. അതിൽ 2 പേര് പറക്കുന്ന തേജസ് വച്ച് ഇതിന്റെ കമാൻഡ് സെന്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതാണ് ഈ കാറ്റ്സ് മാക്സ് എന്ന് പറയുന്നത്. അടുത്ത കാറ്റ്സ് ഹണ്ടർ എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. ഇതുപോലെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ദൂരെയുള്ള കരയിലെ ലക്ഷ്യങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ഹണ്ടർ, ഒരു വായുവിൽ നിന്ന് ഇതിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു പ്രത്യേകതരം മിസൈൽ ഉണ്ട്. അതിനെയാണ് കാറ്റ്സ് ഹണ്ടർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരെണ്ണമുണ്ട് കാറ്റ്സ് ആൽഫ എസ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, ഈ ഒരു പ്ലെയിൻ മാത്രമായിട്ട് ചെന്ന് കഴിഞ്ഞാലോ ഒരു ഡ്രോണ് മാത്രമായിട്ട് ചെന്ന് കഴിഞ്ഞാലോ അത് എളുപ്പം അടിച്ചിടും. നേരെ മറിച്ച് ഈ പാകിസ്ഥാൻ ഇപ്പോൾ ഉപയോഗിച്ചതാണ്. 600 ഡ്രോണുകളാണ്. അതൊരു സ്വാം, ഞാൻ പണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഒരു തേനീച്ചക്കൂട്ടം വരുന്നത് പോലെ, അല്ലെങ്കിൽ കൊതുകിന്റെ ഒരു കൂട്ടം പറന്നു വരുന്നത് പോലെ ഒരുമിച്ച് പറന്നു വരും. സ്വാം, അതിനെ സ്വാം എന്നാണ് പറയുന്നത്. സ്വാം ഓഫ് ബീസ് എന്ന് പറയും പോലെ സ്വാം ഓഫ് ഡ്രോൺസിനെ വിക്ഷേപിക്കാൻ കഴിവുള്ളതാണ് ഈ കാറ്റ്സ് ആൽഫ എസ് എന്ന് പറയുന്ന സംവിധാനം. അതുപോലെ ഒരെണ്ണമാണ് കാറ്റ്സ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് ദിവസങ്ങളോളം ആകാശത്ത് പറന്ന് നിൽക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള കാറ്റ്സ് ഇൻഫിനിറ്റി, വളരെ ഉയരത്തിൽ
നിരീക്ഷിക്കാനും വിവരങ്ങൾ കൈമാറാനുമുള്ള കാറ്റ്സ് ഇൻഫിനിറ്റി. അപ്പൊ ഇതെല്ലാം കൂടെ ഈ കാറ്റ്സ് ഹണ്ടർ, കാറ്റ്സ് വാരിയർ, കാറ്റ്സ് ആൽഫ, കാറ്റ്സ് ഇൻഫിനിറ്റി, ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ കാറ്റ്സ് എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു യുദ്ധ സംവിധാനം. അതൊരു ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനമാണ്. അപ്പോ നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഇതിപ്പോ പരീക്ഷിച്ചോന്ന് വെച്ചാൽ കാറ്റ്സ് വാരിയറിന്റെ ആദ്യത്തെ മോഡല് എയ്റോ ഇന്ത്യ 2025 ബാംഗ്ലൂർ നടന്ന എയ്റോ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുകയുണ്ടായി. അതിന്റെ എഞ്ചിനുകള് ജനുവരിയിൽ പരീക്ഷിച്ചു കഴിഞ്ഞു. ഓൾറെഡി അത് പരീക്ഷിച്ചു കഴിഞ്ഞു. ഇനി ടാക്സി പരീക്ഷണങ്ങളും 2025 അവസാനത്തോടുകൂടി ഇതിന്റെ പറക്കൽ പരീക്ഷണങ്ങളും ആരംഭിക്കും. അപ്പോ എന്താണ് നമ്മുടെ പ്രതിരോധ രംഗത്ത് മാറ്റം വരുന്നതെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതുള്ളത് അമേരിക്കയ്ക്കാണ് പ്രധാനമായിട്ടും. പിന്നെ റഷ്യക്കും ചൈനയ്ക്കും ഒക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇന്ത്യ ഇത്തരം ഒരു വലിയ ആധുനിക യുദ്ധ സംവിധാനവുമായിട്ട് പറന്നുയരാൻ പോകുന്നത്. അപ്പോൾ അത് ഇത്തരം ഒരു മുൻനിര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മളെയും പരിഗണിക്കപ്പെടും. പൈലറ്റുമാരെ അയക്കാതെ തന്നെ ശത്രു രാജ്യത്തിലെ വ്യോമ താവളങ്ങളും മറ്റ് സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളും തകർക്കാൻ പറ്റും. റഡാറുകളെ കളിപ്പിച്ച് ഡ്രോണുകളും മറ്റ് തന്ത്രങ്ങളും നമുക്ക് ആവിഷ്കരിക്കാൻ പറ്റും. മാത്രമല്ല ഇപ്പൊ ഇതിനകത്തൊക്കെ ഇപ്പൊ നമുക്കറിയാം ഈ അമേരിക്കയ്ക്ക് ഉണ്ട് ഇത്തരം സംവിധാനങ്ങൾ. അമേരിക്കയ്ക്ക് ഇതിന് പകരം അവർ വിൽക്കുന്ന സാധനങ്ങളാണ് ഈ MQ-90 എന്നൊക്കെ പറയുന്നത്. അതിനൊക്കെ വലിയ വിലയാണ്. അതിന്റെ ഒരെണ്ണത്തിന്റെ വില കൊണ്ട് ഇതുപോലത്തെ നമുക്ക് 10-20 എണ്ണം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്, നമ്മൾ സ്വയം ഉണ്ടാക്കുകയാണ്. അപ്പൊ അതാണ് അതിന്റെ വളരെ വില കൂടിയ വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമുക്കറിയാം ഇപ്രാവശ്യം നമ്മുടെ മിക്കവാറും പാകിസ്ഥാനെതിരെയുള്ള എല്ലാ വ്യോമ പ്രതിരോധ സാധനങ്ങളും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. റഷ്യൻ സംവിധാനമൊന്നും അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നില്ല. അപ്പോ ഇനി അടുത്ത ഒരെണ്ണം വരുന്നുണ്ട്, കാറ്റ്സ് വാരിയർ 2. ഇതിപ്പം ഓക്കെ ആകുകയാണെങ്കിൽ കാറ്റ്സ് വാരിയറിന്റെ പ്രകടനം വലിയ കുഴപ്പമില്ലാതെ നല്ല മോശമല്ലാതെ പ്രകടിച്ച കാറ്റ്സ് വാരിയർ 2 ഉണ്ടാക്കുവാൻ തുടങ്ങും എന്നാണ് പറയുന്നത്. അത് കൂടുതൽ വലുതുമാണ്, ഭാരമേറിയതാണ്, കൂടുതൽ ശക്തമായ ആയുധങ്ങൾ വഹിക്കാൻ വേണ്ടി കേപ്പബിൾ ആയിട്ടുള്ളതാണ്. ഈ HAL തന്നെ പുതിയ എഞ്ചിനുകൾ HTF-25 എന്നൊക്കെ പറഞ്ഞ പുതിയ എഞ്ചിനുകൾ നിർമ്മിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനകത്ത് ഘടിപ്പിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സാധാരണക്കാരെന്താ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ വേറൊരു ലെവലിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു സാധാരണ ഡ്രോൺ അല്ല. ഇന്ത്യയുടെ ഭാവി യുദ്ധത്തിനുള്ള ഒരു അതായത് പൈലറ്റിന്റെ കൂടെ പറന്നുയരുന്ന സാധാരണ യുദ്ധവിമാനങ്ങളോട് ഒപ്പം പറന്നുയരുന്ന ഒരു അല്ലെങ്കിൽ കൂട്ടായ ലോയൽ വിങ്മാൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ്, അത് ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അതായത് ഒരു പൈലറ്റ് ഏറ്റവും വിശ്വസിക്കുന്ന അയാളുടെ വിങ്മാനെയാണ്. താഴെ നിന്നുള്ള സംവിധാനത്തിനേക്കാൾ, എന്ന് വെച്ചാൽ നമുക്ക് ഒരു കണ്ണിനേക്കാളും നല്ലത് 2 കണ്ണുകൾ, 2 കണ്ണുകളെക്കാളും നല്ലത് 4 കണ്ണുകൾ. ഇതാണ് അതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ യുദ്ധത്തില് പൈലറ്റുമാരുടെ അപകട സാധ്യത വളരെ കുറയും, അവർക്ക് കൂടുതൽ ആത്മവിശ്വാസം വരും. അപ്പൊ ഇന്ത്യൻ സാങ്കേതിക വിദ്യ നമ്മുടെ യുദ്ധകളത്തെ എങ്ങനെ മാറ്റുന്നു എന്നുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. അത് നമുക്കൊരു വലിയ അഭിമാനമാണ്. ഇത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ റോബോട്ടിക് ഫൈറ്റർ പ്ലെയിൻ ആണ് ഈ കാറ്റ്സ് വാരിയർ എന്ന് പറയുന്നത്. പൈലറ്റുമാരോടൊപ്പം പറക്കും, അവരെ സംരക്ഷിക്കും, ആവശ്യമെങ്കിൽ ശത്രുക്കളെ സമർത്ഥമായും നിശബ്ദമായും ദൂരെയും വെച്ചിട്ട് നേരിടാനുള്ള കഴിവുണ്ട്. അപ്പൊ ഇന്ത്യക്കെതിരെ ഉയർന്നു വരുന്ന പലതരം ഭീഷണികൾ, ചൈന ആയിക്കോട്ടെ, പാകിസ്ഥാൻ ആയിക്കോട്ടെ, ഇനി മറ്റേതെങ്കിലും ശത്രു രാജ്യങ്ങളായിട്ട്, അവരെയൊക്കെ നമുക്ക് ഇഫക്റ്റീവായിട്ട് തടുക്കുവാൻ ഇതിന്റെ കഴിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താനാവും. അതാണ് എനിക്ക് ഈ പുതിയ സംവിധാനത്തെ കുറിച്ച് പറയാൻ വരുന്നത്. സംവിധാനം ഓൾമോസ്റ്റ് പ്രാബല്യത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്തത്. യെസ്, വിനോദ് സാർ സൂചിപ്പിച്ചതുപോലെ എന്തായാലും ഇന്ത്യയുടെ ശത്രുക്കളെ നിലം തൊടിയിക്കാതെ പറത്താൻ ഇന്ത്യയുടെ കാറ്റ്സ് എയർഫോഴ്സിൽ നിന്നുള്ള കാറ്റ്സ് വാരിയർ എന്ന് പറയുന്ന പുതിയ യുദ്ധവിമാനം കൂടി എത്തുകയാണ്. സാർ തന്നെ സൂചിപ്പിച്ചതുപോലെ ഡ്രൈവർ ഇല്ലാത്ത അല്ലെങ്കിൽ ആളില്ലാത്ത ഒരു എയർഫോഴ്സ് യുദ്ധവിമാനം എന്ന് വേണം ഇതിനെ വിശേഷിപ്പിക്കാം. നമുക്കറിയാം പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ഏറ്റവും കൂടുതൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് നേരിട്ടിരുന്നത് വ്യോമാക്രമണങ്ങളാണ്. അപ്പോൾ അതിനെ ചെറുക്കാൻ അല്ലെങ്കിൽ അതിനെ ഇന്ത്യ ചെറുത്തു നിന്ന കൂട്ടത്തിൽ പ്രതിരോധ നിരയിലേക്ക് പുതുതായി ആഡ് ചെയ്യുന്ന ഒരു യുദ്ധവിമാനം കൂടിയാണ് കാറ്റ്സ് വാരിയർ എന്ന് പറയുന്നത്. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.